1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 18-19 വാക്യങ്ങൾ. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ. സഭയുടെ വിശുദ്ധ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയും ചേരിതിരിവും കഠിനമായ തെറ്റാണ്. എന്നാൽ ഇത്തരം പ്രതിസന്ധികളിലും പക്ഷഭേദങ്ങളും ഉണ്ടാകുമ്പോഴാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന യഥാർത്ഥ ആത്മീയ മനുഷ്യർ ആര് എന്ന് വ്യക്തമായി വെളിപ്പെടുന്നത് എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. ദൈവജനത്തിനിടയിൽ ഭിന്നതയും വിഭജനവും ഉണ്ടാകുമ്പോൾ ദൈവം വിശ്വസ്തരെ തിരിച്ചറിഞ്ഞ് വേർതിരിക്കുന്ന നിരവധി സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സംഖ്യാപുസ്തകം 16 അധ്യായം 5 വാക്യത്തിൽ മോശയ്ക്കെതിരെ കോരഹും കൂട്ടരും ഭിന്നത ഉണ്ടാക്കിയപ്പോൾ മോശെ പറഞ്ഞത്, തനിക്കുള്ളവൻ ആര്, വിശുദ്ധൻ ആര് എന്ന് നാളെ രാവിലെ യഹോവ കാണിച്ചു തരും എന്നാണ്. സഭയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ദൈവദാസന്മാരെ ദൈവം വെളിപ്പെടുത്തുന്ന പഴയ നിയമ മാതൃകയാണിത്. മത്തായി സുവിശേഷം 12 അധ്യായം 25 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഭിന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിനും വീടിനും നിലനിൽപ്പില്ല എന്ന് യേശു വ്യക്തമാക്കി. മത്തായി സുവിശേഷം 18 അധ്യായം 7 വാക്യത്തിൽ ഇടർച്ചകൾ വരുന്നത് ആവശ്യം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് യേശു വ്യക്തമാക്കി. സഭയിൽ പരീക്ഷണങ്ങളും ഭിന്നതകളും വരും എങ്കിലും സത്യവിശ്വാസികൾ അതിൽ വീഴാതെ ഉറച്ചു നിൽക്കണമെന്ന് യേശു മുന്നറിയിപ്പ് തന്റെ ജീവിതകാലത്ത് നൽകിയിരുന്നു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ഇപ്രകാരം പറയുവാൻ കാരണം, കൊരിന്ത് സഭയിൽ ആരാധനയ്ക്കും കർത്താവിന്റെ അത്താഴത്തിനുമായി കൂടുമ്പോൾ ധനികരും ദരിദ്രരും തമ്മിൽ, പല ഗ്രൂപ്പുകളും തമ്മിലും വലിയ ഭിന്നതകൾ ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് അവരെ കഠിനമായി ശാസിക്കുന്നതിനോടൊപ്പം ആശ്ചര്യജനകമായ ഒരു സത്യം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഭിന്നതകൾ സഭയ്ക്ക് നാണക്കേട് ആണെങ്കിലും ഈ പരീക്ഷണത്തിനിടയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ഐക്യത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്ന യഥാർത്ഥ ഭക്തന്മാർ ആരാണ് എന്ന് സഭയ്ക്ക് തിരിച്ചറിയാൻ ഈ പക്ഷഭേദങ്ങൾ ഒരു അവസരമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. സഭയിലോ കുടുംബത്തിലോ ചേരിതിരിവും പക്ഷഭേദവും ഉണ്ടാക്കുന്ന ആളായി നാം ഒരിക്കലും മാറരുത്. 2. സഭയ്ക്കുള്ളിൽ മനുഷ്യരുടെ ബലഹീനതകൾ നിമിത്തം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം വിട്ടുപോകാതെ ക്രിസ്തുവിൽ ഉറച്ചുനിന്ന് ഉത്തമനായി വെളിപ്പെടുക. 3. മറ്റുള്ളവർ വിഭാഗീയത കാണിച്ചാലും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തീയ സ്നേഹം നമ്മിൽ പ്രകടമാകണം. ചുരുക്കത്തിൽ സഭയിലെ ഭിന്നതകൾ വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിലും വിശ്വസ്തരായ ക്രിസ്തു ശിഷ്യന്മാരെ വെളിപ്പെടുത്തുന്ന ഉരകല്ലായി അത് മാറുന്നു. വിഭാഗീയതകൾക്ക് അതീതമായി ഐക്യം കാത്തുസൂക്ഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.